എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹാൻഡിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതായത് കൈ വെട്ടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അളവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അളവെടുക്കുന്ന സമയത്ത് നമ്മൾ ഷോൾഡർ ഉണ്ടാകും. ഷോൾഡർ മുതൽ വേണം താഴ്ഭാഗത്തേക്ക് അളവെടുക്കാനായിട്ട്. ഈ കൈയിൻ്റെ എൻഡിങ് വരെ അളവെടുക്കണം കേട്ടോ. ഇവിടം വരെ അളവെടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അളവെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ടേപ്പിൽ 1 ഇഞ്ച് മുതലാണ് കാണിക്കുന്നത്. ഈ 1 ഇഞ്ച് മുതൽ വേണം അളവെടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ ഷോൾഡറിൻ്റെ അളവ് അറിയാനായിട്ട് ഇതേപോലെ ഈ വര കണ്ട, നമ്മുടെ കക്ഷത്തിൻ്റെ വര കണ്ട, ഈ വരയിൽ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡറിൻ്റെ അളവ് കിട്ടും. അതാണ് കറക്റ്റ് ഷോൾഡറിൻ്റെ അളവ്. ഈ 2 വശത്തും, ഒരു വശം മാത്രമല്ല കേട്ടോ, 2 വശത്തുമുള്ള ഇതിൻ്റെ അളവാണ്, ഈ കറക്റ്റായിട്ട് കിട്ടുന്ന അളവാണ് ഈ ഷോൾഡറിൻ്റെ അളവ്. അപ്പോൾ ഇതാണ്, ഈ കാണുന്നതാണ് നമ്മുടെ ഷോൾഡർ. ഈ കുഴിവ് കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഷോൾഡർ എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ഷോൾഡർ ആണ്. ഷോൾഡർ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇത് കണ്ട 12.5 ഇഞ്ചാണ് ഷോൾഡർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ തന്നെയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചെടുക്കുമ്പോഴുണ്ടല്ലോ നല്ല കൺഫ്യൂഷൻ വരും. നമുക്ക് എവിടെയാണെന്ന് മനസ്സിലാവില്ല ഷോൾഡറിൻ്റെ. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കണമെങ്കിൽ കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ അളവ് എല്ലാവർക്കും കിട്ടും കേട്ടോ. പിന്നെ ഷോൾഡർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് എടുക്കേണ്ടത് ലെങ്ത്താണ്. ലെങ്ത് എടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് വേണം ലെങ്ത് എടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഈ നെഞ്ചിൻ്റെ അവിടെ നിന്ന് വേണം ലെങ്ത് കൊടുക്കാൻ. എത്രയാണോ ഡ്രസ്സിന് ലെങ്ത് വേണ്ടത് അത്രയും നമുക്ക് ലെങ്ത് എടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ വീഡിയോൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഞാൻ ലെങ്ത് അടയാളപ്പെടുത്തുന്നത്. ഇതിൽ 25 കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്നത് ചെസ്റ്റ് ബ്രത്താണ് കേട്ടോ. ചെസ്റ്റ് ബ്രത്ത് എടുക്കുമ്പോൾ നെഞ്ചോട് ചേർത്ത് വേണം ചെസ്റ്റ് ബ്രത്ത് എടുക്കാനായിട്ട്. ഇത് കണ്ട, ഇതേപോലെ വേണം ചെസ്റ്റ് ബ്രത്ത് എടുക്കാനായിട്ട്. അപ്പോൾ ബേക്കിലത്തെ അളവും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നോക്കിക്കേ, ഈ സംഭവം കണ്ട, ഇത് കണ്ട, ഈ എല്ല് കണ്ട, എല്ലിൻ്റെ അവിടെ കയറി നിന്നിട്ട് വേണം ചെസ്റ്റ് ബ്രത്ത് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ അവിടെ വ്യത്യാസം വരും. മാത്രമല്ല നമ്മൾ അളവെടുക്കുമ്പോൾ, വണ്ണം എടുക്കുമ്പോൾ എപ്പോഴും ഒരു വിരൽ, ഈ ഒരു വിരൽ കണ്ട, നോക്കി, ഒരു വിരൽ ഉള്ളിലിട്ടിട്ട് വേണം എടുക്കാനായിട്ട്. മനസ്സിലായ? 2 വിരലും ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു വിരലിൻ്റെ അളവിൽ ലൂസിലായിട്ട് വേണം ഇതെടുക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് എടുക്കേണ്ടത് നോക്കിക്കേ, വേസ്റ്റ് ലെങ്ത്. നമ്മുടെ നെഞ്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വന്ന ഭാഗമാണ് ഈ വേസ്റ്റ്, ഷേപ്പുള്ള ഭാഗമാണ് ഈ വേസ്റ്റ് ലെങ്ത്. നമുക്ക് ഡ്രസ്സ് ഇങ്ങനെ കുറച്ച് ടൈറ്റ് ആക്കി പിടിച്ചാൽ മനസ്സിലാവും വേസ്റ്റ് ലെങ്ത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഈ വേസ്റ്റ് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ലെങ്ത്തിനുള്ള ചുറ്റളവ് എടുക്കണം. വേസ്റ്റ് ബ്രത്ത് നോക്കിക്കേ, ഇതേപോലെ ഇങ്ങനെ വേസ്റ്റ് ബ്രത്ത് എടുക്കുക. അപ്പം ലെങ്ത് എടുത്തതിനെ വേസ്റ്റ് ബ്രത്ത് എടുക്കണം. പിന്നെ എടുക്കേണ്ടത് സീറ്റ് ലെങ്ത്. സീറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ മാക്സിമം പൊക്കിളിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ സീറ്റ് ലെങ്ത് എടുക്കേണ്ടത്. അപ്പോൾ പൊക്കിൾ നമ്മൾ അടയാളപ്പെടുത്തി നോക്കാം, അവിടെ വരുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ എപ്പോഴും ലെങ്ത് എടുക്കേണ്ടത് മുകൾ ഭാഗത്ത് നിന്നും വരുന്ന ഈ ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് എവിടെയാണോ അതാണ് സീറ്റ് ലെങ്ത്. സീറ്റ് ഇത് വേസ്റ്റ് ലെങ്ത്, ഇത് സീറ്റ് ലെങ്ത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ചുറ്റളവ് കംപ്ലീറ്റ് എടുക്കണം. അതാണ് സീറ്റ് ബ്രത്ത്. ചിലവർക്ക് ഈ സീറ്റ് ബ്രത്ത് മാത്രം എടുത്താൽ പോരാട്ടാ. നമ്മൾ കുറച്ചും കൂടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹിപ്പ് ഭാഗം കണ്ട അതും കൂടി ചേർത്ത് വെച്ചിട്ട് എടുക്കണം കേട്ടോ. കണ്ട, ഇവിടെ 32 ആണെങ്കിൽ ഇവിടെ കിട്ടിയത് 35 ആണ്. ചിലവർക്ക് ഇവിടെ സെയിം ആയിരിക്കുള്ളൂ. അപ്പോൾ പാൻറ്റൊക്കെ തയ്ക്കുമ്പോഴും ചുരിദാറിൻ്റെ സീറ്റ് ചന്തി അധികം ഉള്ളവർക്കൊക്കെ ഈ ഭാഗം തന്നെ വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ചുരിദാർ തയ്ക്കണ സമയത്തുണ്ടല്ല സീറ്റ് ഭയങ്കര വൃത്തികേടായിരിക്കുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എടുക്കേണ്ടത് ബസ്റ്റാണ് കേട്ടോ. ഇത് കണ്ട, ചിലവർ എടുക്കുള്ളൂ. എന്നാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു. ഞാൻ അങ്ങനെ എടുക്കാറില്ല, എന്നാലും ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അത് കണ്ട, ബസ്റ്റ് എടുക്കണം. അത് കൈക്കുഴിൻ്റെ അളവ് കിട്ടാനായിട്ടാണ് ബസ്റ്റ് എടുക്കുന്നത്. കണ്ട, 32 ഇവിടെയാണെങ്കിൽ 30 ഇവിടെയാണ്. പിന്നെ കട്ടിങ് ബ്ലൗസിനാണെങ്കിൽ നമ്മൾ ഈ ടെക്ക് ലെങ്ത് എടുക്കണം. നോക്കിക്ക്, ഇതേപോലെ ടെക്ക് ലെങ്ത് കൊടുക്കണം, ടെക്ക് ബ്രെത്ത് എടുക്കണം. കണ്ട, ഇതേപോലെ 2 പോയിന്റിൽ നിന്ന് 2 പോയിന്റ് അടുത്ത പോയിന്റിലേക്കുള്ള ടെക്ക് ബ്രെത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഹാൻഡ് ലെങ്ത്. ഹാൻഡ് ലെങ്ത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ഇത് ഫുള്ളാണെങ്കിൽ ഫുള്ള്, മുക്കാലാണെങ്കിൽ മുക്കാലിൻ്റെ ലെങ്ത് എടുക്കാം. പിന്നെ എടുക്കേണ്ടത് ഇവിടെ നിന്നുള്ള വണ്ണം. നോക്കിക്കേ, 11 ഇഞ്ചാണ് കൈവണ്ണം. അത് നമുക്ക് ഒരു കൈയിൻ്റെ വണ്ണം മാത്രം എടുത്താൽ പോരാട്ടാ. ഇപ്പുറത്തെ കൈയിൻ്റെ വണ്ണം എടുക്കണം. മറ്റേ കയ്യിൽ 11 ആണെങ്കിൽ ചിലവർക്ക് അതൊരു
വേറെ അളവിൽ കിട്ടും. ഇത് രണ്ടും സെയിം തന്നെയാണ്, 11 ഇഞ്ച് തന്നെയാണ്. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് ഈ വണ്ണമാണ്. ഈ മടക്ക് ഭാഗം കണ്ട ആ ഭാഗത്തെ വണ്ണമാണ് നമ്മൾ അടുത്തത് എടുക്കേണ്ടത്. ഇതേപോലെ ഒരു കൈ ഉള്ളിൽ ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്. നോക്കിക്കേ, 9 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നേരെ മറിച്ച് ഇവിടത്തെ വണ്ണം എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടത്തെ ഇപ്പോൾ ഈ ലെങ്ത്തിലാണ് അടിക്കുന്നതെങ്കിലുണ്ടല്ലോ, ഈ വണ്ണത്തിനേലും ഇവിടെ 1/2 ഇഞ്ച് കുറക്കും. പിന്നെ നേരെ മറിച്ച് ഇവിടത്തെ വണ്ണത്തിലാണ് അടിക്കുന്നതെങ്കിൽ ഈ വണ്ണത്തിനേലും 1 ഇഞ്ച് കുറച്ചാണ് നമ്മൾ വെട്ടിക്കൊടുക്കുന്നത്. പിന്നെ ഹാൻഡ് റൗണ്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് നോക്കിക്കേ, ഹാൻഡ് റൗണ്ട് എപ്പോഴും ഒരു വിരൽ ഉള്ളിലിട്ടിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എടുക്കേണ്ടത് നമ്മൾ പാൻറ്റിൻ്റെ ലെങ്ത്താണ്. പാൻറ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ പൊക്കിളുടെ ഭാഗത്തു നിന്നും എവിടെ നിന്നാണോ എല്ലാവരും പാൻറ് ഉപയോഗിക്കുന്നത് ആ ഭാഗത്തു നിന്നും ലെങ്ത്ത് യൂസ് ചെയ്യണം. എന്നിട്ട് എവിടെയാണോ ലെങ്ത്ത് എടുക്കുന്നത്, നമ്മൾ പാൻറ്റിൻ്റെ ലെങ്ത്ത് ഇവിടം വരെ എടുക്കില്ല, അപ്പോൾ അവിടം വരെ എടുക്കണം. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ തല കുമ്പിടാൻ നോക്കണം. കാരണം കസ്റ്റമർ വരുമ്പോൾ നമ്മൾ തല കുമ്പിട്ട് തന്നെ ഇരിക്കും, അത് പാടില്ല കേട്ടോ. ഇനി നമുക്ക് ചുരി ബോട്ട് എടുക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ പൊക്കിള് മുതൽ നീ ലെങ്ത്ത് വരെ എടുക്കണം. മുട്ടിൻ്റെ ലെങ്ത്ത് കണ്ട, എന്നിട്ട് ആ മുട്ടിന് ചുറ്റുമുള്ള ബ്രെത്ത് എടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് പൊക്കിള് മുതൽ കാഫ് കണ്ട, ഇവിടെ ഒരു വണ്ണുള്ള ഭാഗം കണ്ട, ആ കാഫ് വരെയുള്ള ലെങ്ത്ത് എടുത്തിട്ട് അതിന് ചുറ്റുമുള്ള ചുറ്റളവ് എടുക്കണം. പിന്നെ ഏറ്റവും താഴ്ഭാഗത്ത് എടുക്കേണ്ടത്, കാലൊന്ന് പൊക്കി വെച്ച്, ഏറ്റവും താഴ്ഭാഗത്ത് എടുക്കേണ്ടത് നമ്മൾ ഈ കുതിഭാഗം കണ്ട, ബാക്ക് തിരിഞ്ഞേക്ക്, നമ്മൾ ഈ കുതിഭാഗം കണ്ട അവിടെ നിന്നുള്ള ചുറ്റളവ് വേണം ഇതേപോലെ എടുക്കാനായിട്ട്. നോക്കിക്കേ, അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മൾ ചുരി ബോട്ടത്തിൻ്റെ താഴ്ഭാഗം വെട്ടുന്നത്. കാരണം നമ്മൾ ഈ ഭാഗം കടന്നിട്ട് വേണം ഇങ്ങോട്ട് കയറാനായിട്ട്, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ബ്ലൗസിൻ്റെ ലെങ്ത്ത് എടുക്കുമ്പോൾ കണ്ടല്ലോ, നോക്കിക്കേ, എവിടെയാണോ ബാക്കിൽ നിന്ന് വേണം ബ്ലൗസിൻ്റെ ലെങ്ത്ത് എടുക്കാൻ. ഒരു കാരണവശാലും ഫ്രണ്ടിൽ നിന്ന് ബ്ലൗസിൻ്റെ ലെങ്ത്ത് എടുക്കരുത്. ഈ കട്ടിങ് ബ്ലൗസിനും കട്ടൂരിക്കും പ്രിൻസസ് കട്ടിനൊക്കെ ബാക്കിൽ നിന്നാണ് ബ്ലൗസ് എടുക്കേണ്ടത്. അപ്പോൾ ലെങ്ത്ത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ അടയാളപ്പെടുത്തണം. പിന്നെ ബ്ലൗസിനാകെ വേസ്റ്റ് ബ്രെത്ത് മാത്രം എടുക്കുള്ളൂ കേട്ടോ കട്ടിങ് ബ്ലൗസിന്. ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അളവെടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.